The difference between taking risk and gambling is calculated risk. ആ കണക്ക് കൂട്ടിയിട്ടുള്ള റിസ്ക് എടുക്കുന്നവരാണ് സുഹൃത്തുക്കളെ ലോകത്തിൽ ഈ പറഞ്ഞ പോലെ അവരുടെ പ്രവൃത്തിയിൽ, അവരുടെ ചെയ്തികളിൽ പ്രൊഫഷണലിസം തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് if you look at ചെറിയ ചോദ്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, പ്രൊഫഷണൽ ജീവിതത്തിൽ, ബിസിനസ് ജീവിതത്തിൽ, വാട്ട് ഈസ് ദാറ്റ് വൺ തിങ് യു ആർ അട്രാക്ടിങ്? നിങ്ങളുടെ കച്ചവടം ആകർഷിക്കുന്നത് എന്താണ്? You will say you are attracting customers. Yes or no? കസ്റ്റമേഴ്സിനെ ആകർഷിച്ചാലേ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു അട്രാക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. Profit. Yes or no? But the paradigm shift I am requesting you to come across is stop attracting customers, stop attracting profits. It's time to attract investors. If I am participated in this program, I take this as an investment from my side. And how come these people organize this program like this? അവർ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടല്ല ഇത് ചെയ്തത്. People like me, people like you, we all gathered here as investor because they have moved from attracting customers. അവർക്ക് കസ്റ്റമർ അല്ല വേണ്ടത്. ഇവിടെ ഒരു ദിവസം നിങ്ങൾ കൊടുത്ത പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം അതിന്റെ മുടക്കുമുതൽ തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസം അവർ ബിൽഡ് ചെയ്തെടുത്തു. That is what is professionalism. The aspect of building trust. The aspect of building trust. പക്ഷെ കസ്റ്റമർ അട്രാക്ട് ചെയ്യുമ്പോൾ, പ്രോഫിറ്റിനെ അട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു സാധനമുണ്ട്. ദ ബിഗ്ഗസ്റ്റ് തിങ് യു ക്യാൻ അട്രാക്ട് ഇൻ യുവർ ലൈഫ് ഈസ് ഇൻവെസ്റ്റേഴ്സ്. ഏതിപ്പോ ഈ ന്യൂജൻ കമ്പനികളൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നതാണല്ലോ. ഐ എം ഇൻ ടു എൻ ഇൻഡസ്ട്രി ഓഫ് ആക്ച്വലി ട്രെയിനിങ് സ്റ്റുഡൻസ്. ഞാനൊരു എൻട്രൻസ് കോച്ചിങ് സ്ഥാപനം നടത്തുന്നു. വിത്ത് അഡോറബിൾ റെസ്പെക്ട് I look at that person whom I had met in Bangalore 11 years before. എന്നെ പോലെ മറ്റൊരു സ്ഥലത്ത് ക്ലാസ് എടുത്ത് നടന്നിരുന്ന മിസ്റ്റർ ബൈജു. ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കാണ്. ഫേസ്ബുക്ക് ഹാസ് ഇൻവെസ്റ്റഡ്. കണ്ണൂരുള്ള ബൈജു എന്ന് പറഞ്ഞ അതിവിദഗ്ധനാണ്, മാന്ത്രികനാണ് അദ്ദേഹം മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നതിൽ. പക്ഷെ ബൈജൂസ് ആപ്പിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഫേസ്ബുക്കാണ്. മാർക്ക് സക്കർബർഗ് ബിസിനസ് മീറ്റിങ്ങിനല്ല വിളിച്ചത്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ് ചെയ്തത്. ഞാൻ ഫേസ്ബുക്ക് ഒബ്സർവ് ചെയ്തപ്പോൾ ബൈജൂസ് ആപ്പിനെ കുറിച്ച് ഇത്ര വലിയൊരു തരംഗം കാണാൻ ഇടയായി. ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ മീറ്റിംഗ് വിത്ത് യു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഐ ആം റെഡി ടു ഇൻവെസ്റ്റ് 300 crores. ഇന്ത്യക്കാരനായ, കണ്ണൂരുകാരനായ ഒരു മലയാളിയിലെ മാർക്ക് സക്കർബർഗ് വിളിക്കുന്ന കാലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ we will have to move the perspective. I read somewhere 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ദേശീയ പതാക ഉയർത്താൻ ജവഹർലാൽ നെഹ്റു വന്നിറങ്ങിയത് സായിപ്പ് നിർമ്മിച്ച ഒരു കാറിലായിരുന്നു. എന്നാൽ ഇതിന്റെ തൊട്ടു മുന്നിലുള്ള ജെയിംസ് കാമറൂൺ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ തൊട്ടു മുന്നത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നിറങ്ങിയത് ഇന്ത്യക്കാരനായ ടാറ്റാസ് നിർമ്മിച്ച ജാഗ്വർ കാറിലായിരുന്നു. The history is coming back. If Mark Zuckerberg is ready to invest, what I learned from Baiju is where he moved that professionalism. ഞാൻ ഇപ്പോഴും സെൽഫ് എംപ്ലോയിഡിൽ നിൽക്കുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെ ഇൻവെസ്റ്റർ ആയി? അതിൽ നിങ്ങൾ നോക്കേണ്ടത്, യു കാൻറ്റ് ഇൻവൈറ്റ് ആൻ ഇൻവെസ്റ്റർ ഇഫ് യു ആർ ഗാംബ്ലിംഗ്. യു കൻ ഓൺലി ഇൻവൈറ്റ് ആൻ ഇൻവെസ്റ്റർ ഇഫ് യു ആർ പ്രപ്പോസിംഗ് എ കാൽക്കുലേറ്റഡ് റിസ്ക്. ആ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുമ്പോൾ മാത്രമേ അതിന്റെ മാറ്റം ഉണ്ടാവുകയുള്ളൂ. തേർഡ് ക്വസ്റ്റ്യൻ ഐ വാണ്ട് ടു ആസ്ക് യു ഈസ്, വാട്ട് ഈസ് ദാറ്റ് ആക്ച്വലി യു ആർ പർസ്യൂയിങ്? വാട്ട് ഈസ് യുവർ ആക്ച്വൽ ഫോക്കസ്? കച്ചവടം നന്നാവണമെങ്കിലും ജീവിതം നന്നാവണമെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വാക്കുണ്ട് അല്ലേ? Am I correct? ഇങ്ങോട്ട് കിട്ടുന്ന എല്ലാ സാധനത്തിനും എന്ത് വേണം? ഇവിടെ വരുന്ന എല്ലാ സ്പീക്കേഴ്സിന് എന്ത് വേണം? ക്വാളിറ്റി വേണം. ഈ ഹാളിൽ എ സിക്ക് എന്ത് വേണം? ഉച്ചയ്ക്കുള്ള ഫുഡിന് എന്ത് വേണം? ക്വാളിറ്റി വേണം. ഇങ്ങോട്ട് കിട്ടുന്നതിന് അങ്ങോട്ട് കൊടുക്കുമ്പോഴോ കുറച്ച് കുറയൂല്ലേ? മനുഷ്യന്റെ ഈ ഒരു പ്രവണത ഏറ്റവും ഭംഗിയായി പഠിപ്പിച്ചത് കുഞ്ഞുണ്ണി മാഷാണ്. അദ്ദേഹം ഭംഗിയായി പറഞ്ഞു, പെണ്ണ് കാണാൻ പോകുമ്പോൾ കണ്ണട മാത്രം കൊണ്ടുപോയാൽ പോരാ, കണ്ണാടി കൂടെ കൊണ്ടുപോകണം. കണ്ണട വെച്ചിട്ട് നമ്മൾ പറയും പോരാ, അയാളുടെ ഒരു ഇത് പോരാ ഒക്കെ പറഞ്ഞോ. പക്ഷെ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? മേക്ക് ദാറ്റ് സെൽഫ് ഒബ്സർവേഷൻ. ദാറ്റ് ഈസ് വൈ ഐ ആം ആസ്കിങ് യു, ബിക്കോസ് ഐ ഡെലിബറേറ്റ്ലി ഒമിറ്റഡ് വൺ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വേർഡ്. ബുദ്ധിയുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല, നമ്മളെ വെല്ലാൻ ആരുമില്ല. ക്വാളിറ്റി വിൽ നെവർ ഹാപ്പൻ ഇഫ് യു ഹാവ് ദിസ് അലോൺ. യാദൃശ്ചികതയാണോ സുഹൃത്തെ? ക്വാളിറ്റി എന്ന് പറയുന്നത് യാദൃശ്ചികതയാണോ? Sachin Tendulkar is having 100 centuries in his name. Is it an accident? Man landed on moon. Was it an accident? Never. അതിന്റെ മുന്നിൽ എന്തുണ്ട്? എല്ലാവരും, ഞാൻ അടക്കുന്ന നമ്മൾ എല്ലാവരും
we are putting efforts. But രണ്ട് വാക്ക് മിസ്സിംഗ് ഉണ്ട്. അതിൽ ഒരു പ്രധാന വാക്ക് ഞാൻ ബോധപൂർവ്വം ഒഴിവാക്കിയതാണ്. Because quality is never an accident. It's always the result of intelligent and conscious efforts. മലയാളി ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ഇന്ത്യക്കാരനായിക്കോട്ടെ, ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നതിൽ യാതൊരു തകരാറും അവനില്ല. പക്ഷെ ബോധപൂർവം പ്രവർത്തിച്ചില്ലെങ്കിൽ, എൻ്റെ ലൈഫിലെ ടാഗ് ലൈനായി ഞാൻ എൻ്റെ പുസ്തകത്തിലും കൊടുത്ത സാധനമാണ്, ഞാൻ ആ വാക്ക് ഇവിടെ ഇടാൻ മറന്നുപോകും. വിവരവും വിദ്യാഭ്യാസവും വേണമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ? നോക്കണേ, അതിൻ്റെ സീക്വൻസ് നോക്കണേ. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ? വിദ്യാഭ്യാസം വേറെ വഴിക്ക് പോവും, വിവരം വേറെ വഴിക്കാ വരിക. ബുദ്ധിപൂർവ്വം നമ്മൾ എല്ലാവരും കച്ചവടത്തിൽ നിൽക്കുന്നു, പക്ഷേ ബോധപൂർവമായ പരിശ്രമം മാത്രമേ ക്വാളിറ്റി കൊണ്ടുവരുള്ളൂ. ബിക്കോസ് വൺസ് യു ലുക്ക് അറ്റ് യുവർ ക്വാളിറ്റി, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദാറ്റ് യു ആർ ഫോക്കസിങ്. നമ്മൾ എല്ലാവരും പറയുന്ന ഒരു സാധനമുണ്ട്, ഐ ഫോക്കസ് ഓൺ സക്സസ്. ആം ഐ കറക്റ്റ്? I request my good friends, it's time for us to reshift our focus. Let us focus on success, but the success is the derivative of excellence. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സലൻസിന്റെ ആ കിരീടം തലയിൽ വെക്കാനുള്ള നമ്മളുടെ അവകാശം, അത് അടിയറ വെച്ച ഒരു ജനതയല്ല ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. Bring back that crown of excellence. Bring back that crown of excellence. Because ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ആപ്തവാക്യം പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത ഒരു സിമ്പിൾ തിയറി ഉണ്ട്. ബാൽ ഗംഗാധർ തിലക് നമ്മളെ പഠിപ്പിച്ചു, ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ആ റെവല്യൂഷനിലൂടെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തു. ഐഡിയ 99 ഫാക്ടറിയിലൂടെ രണ്ടാമതൊരു റെവല്യൂഷന് സമയമായി. ഫ്രീഡം ഈസ് മൈ ബർത്ത് റൈറ്റ്. മൈ ഗുഡ് ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് ടൈം ഫോർ us to move towards another revolution. Excellence is my birthright. എക്സലൻസ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ, എക്സലൻസ് ഈസ് മൈ ബർത്ത് റൈറ്റ്. കാരണം ഇതിന് യാതൊരു വേറൊരാളുടെയും സർട്ടിഫിക്കറ്റോ അവകാശമോ വേണ്ട. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബീയിങ് എ ലോയർ, ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ 3-ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു, പൗരനായ ഇന്ത്യ എന്ന് വിശദീകരിച്ച് 3-ാമത് പറഞ്ഞു, വാട്ട് ആർ അവർ റൈറ്റ്സ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ചാപ്റ്റർ 3. എന്നാൽ ഏകദേശം 27 വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പിന്നീട് എഴുതി ചേർത്തത്. അപ്പോൾ അവകാശത്തെക്കുറിച്ച് നമ്മൾ ബോധവാനാരായപ്പോയ എക്സലൻസ് എൻ്റെ ജന്മാവകാശമാണ് എന്നൊരു മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീണ്ടും ആ കയ്യിലേക്ക് നോക്കാം, ഒന്ന് നോക്കാം, അതൊന്ന് ചുരുട്ടാം. എത്ര പേർ തയ്യാറാണ് എക്സലൻസ് ഈസ് മൈ ബർത്ത് റൈറ്റ് എന്ന മുദ്രാവാക്യം വിളിക്കാൻ? എന്നാ ഒന്ന് വിളിച്ചൂടെ? എക്സലൻസ് ഈസ് മൈ ബർത്ത് റൈറ്റ്. എക്സലന്റ്. ഇതൊരിക്കൽ നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ വെറും 9 സെക്കൻഡ് 0.14 സെക്കൻഡ് 14 സ്ട്രൈഡേ ആ മനുഷ്യൻ വെച്ചിട്ടുള്ളൂ, 14 കാൽവെപ്പുകൾ. ബട്ട് ഇൻ ദാറ്റ് 14 സ്ട്രൈഡ്സ് ഉസൈൻ ബോൾട്ട് ഈസ് ആക്ച്വലി റേസിംഗ് ഹിസ് വാല്യൂ 260 crores of Indian rupees. 14 കാൽവെപ്പിൽ അദ്ദേഹം നോക്കിയത് സക്സസിനെ അല്ല, അദ്ദേഹം നോക്കിയത് എക്സലൻസിനെ ആയിരുന്നു. ബിക്കോസ് എക്സലൻസ് ഈസ് മൈ ബർത്ത് റൈറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കാനുള്ള ഐഡിയ 99 ഫാക്ടറി ഇവിടെ തുടങ്ങി വെച്ച യാത്ര, എനിക്ക് ഉറപ്പാണ് ഈ ഒരു മുദ്രാവാക്യം നിങ്ങൾ ഇവിടെ മുഴക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇത് ലോകം മുഴുവൻ കേൾക്കും. ആ യാത്ര തുടരട്ടെ. ആ യാത്ര തുടരുമ്പോഴും എപ്പോഴും ഞാൻ പറഞ്ഞു നിർത്തുന്ന ഒരു ആപ്തവാക്യമുണ്ട്, ഫ്ലൈ ടു ഗ്രേറ്റർ ഹൈറ്റ്സ് ഇൻ യുവർ മൈ ലൈഫ് മൈ ഗുഡ് ഫ്രണ്ട്സ്. ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾ പറക്കുക. ആൻഡ് whenever you are flying high, keep this wonderful words given to us by Martin Luther King. Always fly to greater heights. If you cannot fly, run. If you cannot run, walk. If you cannot walk, even crawl. But never stop your journey towards success. നമുക്ക് പറക്കാനായില്ലെങ്കിൽ നമ്മൾ ഓടണം, നമുക്ക് ഓടാനായില്ലെങ്കിൽ നമ്മൾ നടക്കണം, നമുക്ക് നടക്കാനായില്ലെങ്കിൽ നമ്മൾ ഇഴയണം. പക്ഷെ വിജയത്തിലേക്കുള്ള ജൈത്രയാത്ര ഒരിക്കൽ പോലും നിർത്തിവെക്കരുത്. മഹത്തായ ഐഡിയ ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന ഊർജം കൊണ്ടും അറിവ് കൊണ്ടും ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഇഴയേണ്ടി വരില്ല, പറക്കാൻ മാത്രമേ സാധിക്കൂ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞു നിർത്തുന്നു. താങ്ക്സ് എ ലോട്ട്. Wish you all the best. Excellence is my birthright. That was a rain of knowledge, experience and expertise. That was Advocate Dinesh Warrier. I will invite Mr. Manjari Nasser to the stage now to honor Mr. Dinesh Warrior with a memento. So please, the team leader, 99 Idea Factory CCD, Mr. Manjari Nasser honoring the speaker. Advocate Dinesh Warrior being honored. Mr. Manjari Nasser, the brain and soul behind the team,
honoring Advocate Dinesh Warrier. Thank you very much. Mr. Manjari Nasa, please talk to the audience now. Thank you.